എവിടെ നിന്നോ വന്നൊരാന. വർഷങ്ങളായി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കൈവശമുള്ള ആനയ്ക്ക് ഉടമസ്ഥാവകാശമില്ലെന്ന് വനംവകുപ്പ് പറയുന്നു. മുൻ വനംവകുപ്പ് വന്യജീവി വകുപ്പ് മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന് എങ്ങനെ ആനയെ കിട്ടിയെന്ന് വനംവകുപ്പിനറിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. ഈ വാർത്ത മനോരമയാണ് പുറത്തുവിട്ടത്. രാവിലെ ഈ വാർത്ത പത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ആന ഉടമകളുടെ അഖില ലോക പ്രസിഡന്റിന്റെ പേരിൽ ആനയില്ലെന്ന് പറഞ്ഞാൽ ചിരിക്കുകയല്ലാതെ കരയാൻ പറ്റില്ലല്ലോ. അതും ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക്. ഇത് ചട്ടലംഘനമാ, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. മന്ത്രി രാജിവെക്കണം, മോഷണക്കുറ്റത്തിന് കേസെടുക്കണം എന്നത് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞാൽ അത് വ്യക്തിവിരോധം കൊണ്ട് പറയുന്നതാണെന്ന് എന്റെ സുഹൃത്തുക്കൾ പറയും. ഇന്നാൾ അങ്ങനെയൊന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിലും പൊതുപ്രവർത്തകർ പറയും. ഗണേശന്റെ കൈവശം ഇപ്പോഴുള്ള ആന അദ്ദേഹത്തിൻ്റെതാണെന്നതിന് മൈക്രോചിപ്പ് സർട്ടിഫിക്കറ്റും ഡേറ്റാ ബുക്കും മാത്രമാണ് ഉള്ളതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പിതാവും മുൻ മന്ത്രിയുമായ അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്ന ആനയാണ് ഗണേശന് ലഭിച്ചതെന്നാണ് പറയുന്നത്. അത് ഒരെണ്ണമാണേ. അങ്ങനെയാണെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ആന എത്തിയത് എങ്ങനെയെന്ന വിവരം വനംവകുപ്പിനില്ല. ബാലകൃഷ്ണപിള്ള അന്തരിച്ചപ്പോൾ കൈവശാവകാശ നിയമപ്രകാരം ആനയെ ഗണേശന് മാറ്റി നൽകുന്നതിന് അപേക്ഷയും നൽകി. ആ അപേക്ഷയിൽ വകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. നിയമപരമായ ആധികാരിക രേഖയില്ലാതെ ആനയെ കൈവശം വയ്ക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. ഇപ്പോൾ 2 ആനയാണ് ആനയുടമകളുടെ നേതാവിനുള്ളത്. കീഴൂട്ട് ശ്രീകണ്ഠനും കീഴൂട്ട് വിശ്വനാഥനും. അതിൽ കീഴൂട്ട് ശ്രീകണ്ഠനാണ് കൈവശാവകാശം വേണ്ടത്, അതായത് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിലുണ്ടായിരുന്നത്. വിശ്വനാഥൻ എങ്ങനെ ഗണേഷ് കുമാറിന്റെ കയ്യിൽ വന്നതെന്നാണ് പ്രസക്തമായ ചോദ്യം. അടിച്ചു മാറ്റിയതൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും സംശയിക്കണ്ട. പണ്ട് കുഞ്ഞുനാളിൽ ഏതോ ആനക്കൂട്ടിൽ നിന്നും ക്ഷേത്രത്തിൽ നടയിരുത്താൻ വാങ്ങിയ കുട്ടിക്കൊമ്പനാണ്. ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് പോയിട്ട് ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും വിശ്വനാഥനെ കൊണ്ടുപോയില്ല. അതാണ് കീഴൂട്ട് വിശ്വനാഥൻ. ഏതായാലും വിശ്വനാഥനെയും ശ്രീകണ്ഠനെയും വനംവകുപ്പിന് കൈമാറും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കും. ഇതിൽ 2-1 ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഉറപ്പാ. കാരണം അദ്ദേഹം ജനകീയനായ ഒരു മന്ത്രിയാണ്, പ്രകൃതി സ്നേഹിയും മൃഗസ്നേഹിയുമാണ്, നിയമം കൃത്യമായി പാലിക്കുന്നയാളുമാണ്. അതുപോലെ ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശവും ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് വിവരാവകാശ രേഖയിൽ വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആനക്കൊമ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്നും ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള രേഖകൾ ലഭ്യമല്ല. ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ 5 ജോഡി ആനക്കൊമ്പും 110 ഗ്രാം ചെറുകഷ്ണങ്ങളും വനംവകുപ്പ് ഏറ്റെടുത്തു. ആനക്കൊമ്പ് ലഭിച്ചതിന്റെ ഉറവിടം അറിയില്ലെങ്കിൽ കേസെടുത്ത് പിടിച്ചെടുക്കണമെന്നിരിക്കെയാണ് ഇത് ചെയ്യാതെ ഏറ്റെടുത്ത വിചിത്രമായ നടപടി. ഇതും ചട്ടലംഘനമാണ്. 2 ആനക്കൊമ്പ് കൈവശം വെച്ചിരുന്ന മോഹൻലാൽ വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു മുറ്റത്ത് 2 നീതി പാടില്ല. എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകും. ഗണേഷ് കുമാറാണ് ആള് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ഒന്നുകിൽ മന്ത്രി, അല്ലെങ്കിൽ ആന മുതലാളി. ഇത് 2-1 നമുക്ക് പ്രതീക്ഷിക്കാം.